1967 പുറത്തിറങ്ങിയ കസവ് തട്ടം എന്ന ചിത്രം വയലാർ ദേവരാജൻ ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു. കുഞ്ചാക്കോയുടെ ചിത്രങ്ങളുടെ സവിശേഷതയും ഈ ടീമിൻ്റെ ഗാനങ്ങൾ തന്നെയായിരുന്നല്ലോ. ദേവരാജൻ മാസ്റ്റർ ആദ്യമായി യേശുദാസിനെ കുഞ്ചാക്കോയുടെ അടുത്ത് കൊണ്ടുപോയൊരു കഥ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുടക്കത്തിൽ കുഞ്ചാക്കോ ഈ യുവഗായകനിൽ ഒട്ടും ഇംപ്രസ്ഡ് ആയിരുന്നില്ല. പക്ഷെ പാട്ട് കേട്ട് കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രത്തിലും യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നത് കുഞ്ചാക്കോവിൻ്റെ നിർബന്ധമായിരുന്നു. കസവ് തട്ടത്തിൽ ദാസേട്ടൻ പാടിയ ഈ ഗാനത്തിന് തിരശീലയിൽ ജീവൻ പകർന്നത് പ്രേം നസീറും ശാരദയുമായിരുന്നു. പാൽക്കാരി 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 കാട്ടിലാടിനെ മേച്ചു നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേച്ചു നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. പൊന്മലയിൽ ഓഹോ ഓഹോ പുൽമേട്ടിൽ ഓഹോ ഓഹോ പൂമരത്തണലിൽ പൊന്മലയിൽ പുൽമേട്ടിൽ പൂമരത്തണലിൽ ഞാൻ നിനക്കു നല്ലൊരു പച്ചിലമാടം പണിഞ്ഞു നൽകും, ഒരു നാൾ പണിഞ്ഞു നൽകും. പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേച്ചു നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. ചുറ്റും പുഴ വേണം, പുഴയിൽ നീന്തേണം, കടവിൽ വെണ്ണക്കല്ലുകൾ പാകിയ കൽപ്പട വേണം. ചുറ്റും പുഴ വേണം, പുഴയിൽ നീന്തേണം, കടവിൽ വെണ്ണക്കല്ലുകൾ പാകിയ കൽപ്പട വേണം. പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേച്ചു നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. പുഴയരികിൽ ഓഹോ ഓഹോ താഴ്വരയിൽ ഓഹോ ഓഹോ പച്ചിലക്കുടിലിൽ പുഴയരികിൽ താഴ്വരയിൽ പച്ചിലക്കുടിലിൽ നീ കുളിച്ചൊരുങ്ങി വരുന്നതു കാണാൻ എനിക്കു മോഹം, കരളേ എനിക്കു മോഹം. പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേച്ചു നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി പാൽക്കാരി. 1965 പുറത്തിറങ്ങിയ പഞ്ചവർണ്ണക്കിളി എന്ന തമിഴ് ചിത്രത്തിൽ വാലിയും വിശ്വനാഥൻ രാമമൂർത്തിയുമായിരുന്നു സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ഗാനങ്ങൾ 2 വേർഷനായിട്ട് വരുന്നുണ്ട്. കണ്ണൻ വരുവാൻ എന്ന ഗാനം, പിന്നെ തമിഴുക്കും അമുതെன்று പേർ എന്ന് പറഞ്ഞ സുശീലാമ്മ പാടിയ ഭാരതിദാസൻ്റെ കവിത തന്നെ ഇതിൽ ടി.എം. സൗന്ദരരാജൻ പാടിയിട്ട് വാലി ചെറുതായിട്ട് ലിറിക്സ് മാറ്റി എഴുതി. തമിഴുക്കും അമുതെன்ற പേർ എന്നതിന് പകരം അവളുക്കും തമിഴെன்று പേർ.